പിറ്റേന്ന് രാവിലെ നിരഞ്ജനേക്കാൾ മുന്നേ വർഷ എഴുന്നേറ്റു. 7:30 ആകുമ്പോഴേക്കും അവൾ റെഡിയായി കഴിഞ്ഞിരുന്നു. തന്നോട് യാത്ര പറയാൻ വർഷ ഇപ്പോൾ വരും എന്നറിയാവുന്ന മേഘ അവളുടെ വരവും പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. മറ്റൊന്നിനും വേണ്ടി അല്ലായിരുന്നു, അവൾ വരാൻ നേരം വിഹാനുമായി ഇത്തിരി റൊമാൻസ് അഭിനയിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വർഷ സ്റ്റെയർ കയറി വരുന്നത് കണ്ടതും മേഘ മുറിയിലേക്ക് ഓടി. ഇത്തവണ അവൾ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അന്നേരം കുളിയും കഴിഞ്ഞ ഒരു ട്രാക്ക് പാൻറ്റും ഇട്ട് തലമുടി ഉണക്കുകയായിരുന്ന വിഹാന്റെ കയ്യിൽ നിന്ന് തോർത്തി പിടിച്ചു വാങ്ങി അവനെ ബെഡിലിരുത്തി അവൾ തല തോർത്തി കൊടുക്കാൻ തുടങ്ങി. കാര്യം മനസ്സിലായ വിഹാൻ ഒന്നും മിണ്ടാതെ നല്ല കുട്ടിയായി ഇരുന്നു കൊടുത്തു. അല്ലേലും ഇപ്പോൾ ഒന്നും മിണ്ടില്ലല്ലോ. ചെക്കനും ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചു തുടങ്ങിയോ എന്നൊരു സംശയം എനിക്കുണ്ട്. അവൻ്റെ നോട്ടം തൻ്റെ മുഖത്താണെന്ന് മനസ്സിലാക്കിയ മേഘ എന്താ എന്ന പോലെ പുരികം പൊക്കി ചോദിച്ചു. ഒന്നുമില്ല. അല്ല, എന്തായാലും തല തോർത്തുവല്ലേ, കുറച്ചുകൂടി ആത്മാർത്ഥത ആവാം. ഇതൊരു മാതിരി. ഇത്രയും ആത്മാർത്ഥതയൊക്കെ കാണുള്ളൂ, സാർ അടങ്ങിയിരിക്കുക, അവൾ വരുന്നുണ്ടാവും എന്നും പറഞ്ഞ മേഘ വർഷയുടെ കാലച്ചുകൾ കാതോർത്തു. വർഷ അടുത്തെത്തിയെന്ന് മനസ്സിലാക്കിയ മേഘ കുറച്ച് ഉറക്കെ പറഞ്ഞു, എന്താ കണ്ണേട്ടായി കാണിക്കുന്നത്, അടങ്ങിയിരിക്ക്, എവിടെയൊക്കെയായി പിടിക്കുന്നതേ. എനിക്ക് ഇക്കിളിയാവുന്നു. ഇത് കേട്ട വിഹാൻ വിചാരിക്കുകയാണ്, അയ്യേ ഇവൾ എന്തൊക്കെയായി പറയുന്നത്, ഞാൻ എവിടെ പിടിച്ചെന്നാ. അതും വിചാരിച്ച് അവളുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റിയതും അറിയാതവൻ്റെ കണ്ണുകൾ സാരിയുടെ വിടവിലൂടെ കാണുന്ന അവളുടെ വയറിലേക്കും നാഭിച്ചുഴിയിലേക്കും എത്തി നിന്നു. അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. വെളുത്ത വയറും അതിനൊത്ത നടുവിൽ പൊട്ടുപോലെ കാണുന്ന നാഭിച്ചുഴിയും അത് ഏതൊരാളെയും ആകർഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. മേഘയാണെങ്കിൽ വർഷ വന്നോ എന്ന് ഏന്തി വലിഞ്ഞു നോക്കുന്നതിനിടയിൽ അവൻ്റെ നോട്ടമൊന്നും കണ്ടില്ലായിരുന്നു. കണ്ണേട്ടാ, എന്താ ഇത്? വേണ്ട കണ്ണേട്ടാ, മതി, ഞാൻ തല തോർത്തട്ടെ. മേഘ വീണ്ടും ആരോ കേൾക്കാനെന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ദൈവമേ, ഇങ്ങനെ പോയാൽ കളി കാര്യാവുന്നാ തോന്നുന്നത്. മനുഷ്യനല്ലേ, കൺട്രോളിനൊക്കെ ഒരു പരിധിയില്ലേ. ഇങ്ങനെയൊക്കെ നിന്ന് ആരുടെയായാലും കൺട്രോൾ പോവും. ഇല്ലില്ല വിഹാൻ, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും പാടില്ല. ഒരു നോട്ടം കൊണ്ട് പോലും ഇവളെ കളങ്കപ്പെടുത്താൻ പാടില്ല. തൻ്റെ മേലെയുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഓരോന്ന് ചെയ്യുന്നതാണിവൾ. അതും മനസ്സിൽ പറഞ്ഞ് അവൻ തല കുടഞ്ഞ നോട്ടം മാറ്റി. ഇതേ സമയം വർഷ ഇതൊക്കെ കേട്ട് മുറിയിലേക്കുള്ള പോക്ക് വേണ്ടെന്ന് വെച്ച് അവിടെ തന്നെ നിന്ന് നഖം കടിച്ച് ചിന്തിക്കുകയാണ്. എന്തുവായത്, ഇങ്ങനെ പോയാൽ ഇവരെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടി വരുമല്ലോ. പറയാതെ എങ്ങനെയാ പോവുക? ഒരു കാര്യം ചെയ്യാം, അവളുടെ പേര് ഉറക്കെ വിളിച്ച് പോവാം. അപ്പോൾ അവൾക്കറിയാലോ ഞാൻ വരുന്നുണ്ടെന്ന്. അതും കരുതി വർഷ പൊന്നു പൊന്നു എന്ന് ഉറക്കെ വിളിച്ച് ഡോറിനരികിൽ ചെന്നപ്പോൾ വിഹാൻ്റെ തല തോർത്തി കൊടുക്കുന്ന മേഘയെ കണ്ടതും വർഷയ്ക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അത് പിന്നെ ഇറങ്ങുവാന്ന് പറയാൻ വന്നതാ പൊന്നൂസേ, ഞാൻ പോവാണേ. എന്നാൽ നിങ്ങളുടെ തോർത്തി കൊടുക്കൽ നടക്കട്ടെ, കണ്ണേട്ട ബായ് എന്നും പറഞ്ഞ് വർഷ ഒരൊറ്റ ഓട്ടായിരുന്നു. അത് കണ്ടതും മേഘ വിഹാന് നേരെ പുരികം പൊക്കിക്കൊണ്ട് എങ്ങനെയെന്ന് ചോദിച്ചതും വിഹാൻ അവൾക്ക് നേരെ കൈ നീട്ടി. മേഘ ഒരിളം പുഞ്ചിരിയോടെ അവൻ്റെ കൈയിലേക്ക് കൈമുട്ടിച്ചു. വർഷ മുറിയിലേക്ക് ചെല്ലുമ്പോൾ നിരഞ്ജൻ കുളി കഴിഞ്ഞു വന്നതായിരുന്നു. ഞാനും ഇത്തിരി റൊമാൻറ്റിക് ആയേക്കാം, പുള്ളിക്കാരന് സന്തോഷമാവുമെന്ന് കരുതി അവനെ പിടിച്ച് ബെഡിലിരുത്തി തല തോർത്തി കൊടുക്കാൻ തുടങ്ങി. പക്ഷെ അവനിൽ നിന്ന് തിരിച്ചൊരു പ്രതികരണം ഇല്ലായിരുന്നു. ഇവൾക്കിതെന്ത് പറ്റി എന്ന് ചിന്തിക്കുകയായിരുന്നു നിരഞ്ജൻ. ഇനി തല വല്ലോടത്തും ഇടിച്ചോ എന്ന് ചിന്തിക്കാതിരുന്നില്ല. ഇതേ സമയം വർഷ വിചാരിക്കുകയാണ്, ഇയാളെന്ത് ഇങ്ങനെ, സിംഹത്തിന് ഇത്തിരി റൊമാൻറ്റിക് ആയിക്കൂടെ. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ഇയാൾക്ക് റൊമാൻസും അറിയില്ല, ഒരു കുന്തവും അറിയില്ല എന്നും മനസ്സിൽ പറഞ്ഞ് അവന് ഷർട്ട് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോഴും അവൻ കുന്തം വിഴുങ്ങിയ പോലെ നിൽപ്പുണ്ട്. അത് കണ്ട് അവൾ ചവിട്ടിത്തുള്ളി മുറി വിട്ടിറങ്ങി. നിരഞ്ജനും വർഷയും പോയതിന് പിന്നാലെ വിഹാനും മേഘയും പോവാനിറങ്ങി. അന്നേരാണ് അവൾ ഇന്നും സിന്ദൂരം ഇട്ടിട്ടില്ലെന്ന് അവന് ശ്രദ്ധിക്കുന്നത്. താൻ സിന്ദൂരം ഇടാത്തതേ ഇന്നലെ അമ്മ എന്നോട് ചെറുതായി സൂചിപ്പിച്ചിരുന്നു, അതുകൊണ്ട് ഇനി ശ്രദ്ധിച്ചോണം. അവളുടെ ഒഴിഞ്ഞു കിടക്കുന്ന സീമന്ത രേഖയിലേക്ക് ഒരു നുള്ളു സിന്ദൂരം ചാർത്തിക്കൊണ്ടവനത് പറഞ്ഞു. ധൃതിയിൽ മുറി വിട്ടിറങ്ങുമ്പോൾ മേഘ ആ ഒരു ഷോക്കിൽ തന്നെയായിരുന്നു. അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് അവൻ ചാർത്തിയ സിന്ദൂരത്തിലേക്ക് ഇത്തിരി നേരം നോക്കി നിന്നു. ലഞ്ച് ബ്രേക്കിൽ മേഘയെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് വിഹാൻ. എല്ലായിടവും അന്വേഷിച്ചു. അവസാനം ഓഫീസിനകത്തെ കോഫി ഷോപ്പിനകത്ത് ഒരു ടേബിളിന് മുന്നിലിരിക്കുന്ന മേഘയെയും ജിഷിനെയും കണ്ട് വിഹാൻ്റെ മുഖം ഒന്ന് ചുളുങ്ങി. അവൻ്റെ കാലുകൾ അറിയാതെ അവരുടെ അരികിലേക്ക് ചലിച്ചു. ചെറിയൊരു തലവേദന പോലെ തോന്നിയതും ഒരു കോഫി കുടിച്ചേക്കാന്ന് കരുതി ഓഫീസിനകത്ത് തന്നെയുള്ള കോഫി ഷോപ്പിലേക്ക് ചെന്നതാണ് മേഘ. ഒരു കോഫിയും പറഞ്ഞ് തലക്ക് കൈയും കൊടുത്ത് കണ്ണടച്ചിരിക്കുമ്പോഴാണ് മുന്നിൽ ആരുടെയോ സാമീപ്യം അവൾ തിരിച്ചറിയുന്നത്. കണ്ണു തുറന്നു നോക്കിയ മേഘ കാണുന്നത് തൻ്റെ എതിരെയുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട്
തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്ന ജിഷിനെയും. അവൻ്റെ അന്നേരത്തെ ആ നോട്ടം അവളിൽ അസ്വസ്ഥത നിറച്ചു. മുന്നിൽ നിൽക്കുന്നവനെ നോക്കി അവൾ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. തലക്ക് കൈയും കൊടുത്തുള്ള അവളുടെ ആ ഇരിപ്പ് കണ്ട് അവൻ ചോദിച്ചു, എന്താടോ വയ്യേ? ഹേയ്, നത്തിങ് എന്നും പറഞ്ഞവൾ വലിയ താല്പര്യമില്ലാത്ത മട്ടിലിരുന്നു. മേഘ, താൻ എന്താ എന്നെ കണ്ടിട്ട് ഒരു മുൻപരിചയവും ഇല്ലാത്തതുപോലെ ബിഹേവ് ചെയ്യുന്നത്? താൻ എന്തെങ്കിലും പറയടോ. ഞാൻ എന്ത് പറയാൻ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവൾ വീണ്ടും ഒഴിഞ്ഞു മാറി. എന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട്. തന്നെ വീണ്ടും കാണുമെന്ന് ഞാൻ കരുതിയതേയില്ല. എല്ലാം ദൈവനിശ്ചയം. ഇല്ലെങ്കിൽ താനെന്ന് പറഞ്ഞ പോലെ എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ വീണ്ടും കണ്ടുമുട്ടുക എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും സ്വപ്നം പോലെ തോന്നുക. എനിക്കിപ്പോഴും അങ്ങോട്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. താനെന്ന് പറഞ്ഞില്ലേ തന്നെ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട്, കൂട്ടുകാരി എൻ്റെ ബ്രദർ കല്യാണം കഴിക്കണമെന്ന്. എനിക്കുണ്ടടോ ഒരു എൽഡർ ബ്രദർ. അമ്മ എനിക്കും ചേട്ടനും പെണ്ണ് തപ്പുക. ഞാൻ അമ്മയോട് പറഞ്ഞോട്ടെ? എൻ്റെ ചേട്ടാ, ഞാനന്ന് തമാശക്ക് പറഞ്ഞതാ. ചേട്ടൻ അതും മനസ്സിലിട്ട് ഇപ്പോഴും നിൽക്കുവാണോ? അല്ലെങ്കിലും നമ്മൾ തമ്മിൽ പറയത്തക്ക ബന്ധമൊന്നുമില്ലല്ലോ. ചേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ അത് റിജക്റ്റ് ചെയ്തു. തനിക്കങ്ങനെയൊക്കെ ആയിരിക്കാം, പക്ഷേ എനിക്ക് താൻ എൻ്റെ ആദ്യ പ്രണയമായിരുന്നു. അതിനുശേഷം ആ പണിക്ക് പോയിട്ടുമില്ല. താനൊന്ന് നോ പറഞ്ഞു പോയപ്പോൾ ഞാനത് പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തത്. താൻ പറഞ്ഞതുപോലെ ഞാൻ മറന്നു കളഞ്ഞു. പിന്നെ ഞാൻ തന്നെ ഓർത്തിട്ട് പോലുമില്ല എന്ന് പറഞ്ഞാൽ അത് നുണയായി പോവും. എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയോ താൻ ഉണ്ടായിരുന്നു. അതാണല്ലോ കല്യാണക്കാര്യം വന്നപ്പോൾ തന്നെ ഓർത്തത്. എൻ്റെ കണ്ണ, എനിക്ക് ഏത് നേരത്താണോ അങ്ങനെ ഒരു ഡയലോഗ് അടിക്കാൻ തോന്നിയത്. എനിക്കറിഞ്ഞോ ഇയാൾക്ക് ചേട്ടനുണ്ടെന്ന്? മേഘ അവനെ നോക്കി ഇല്ലാത്ത പുഞ്ചിരി വരുത്തിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. അല്ല, മേഘ ഒന്നും പറഞ്ഞില്ല. എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്ന മേഘയെ നോക്കി വീണ്ടും ജിഷിൻ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ മതിയോ എന്നുള്ള ശബ്ദം കേട്ടിട്ടാണ് മേഘയും ജിഷിനും തല ഉയർത്തി നോക്കുന്നത്. മുന്നിൽ നിൽക്കുന്ന വിഹാനെ കണ്ടതും മേഘ ചെറുതായി പതറി. എന്നാൽ ജിഷിൻ വിഹാനൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് അടുത്തുള്ള ചെയർ അവന് നേരെ നീക്കി ഇരിക്കാൻ പറഞ്ഞു. പറയടാ, നിനക്ക് എന്താ ഇവളിൽ നിന്നും അറിയേണ്ടത്? ഞാനും കൂടി കേൾക്കട്ടെ. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാനും സഹായിക്കാം. വിഹാൻ ചെയറിലിരുന്ന ശേഷം ജിഷിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കൂടെ മേഘയെ നോക്കാനും അവൻ മറന്നില്ല. എടാ, അത് പിന്നെ എനിക്ക് ഈ മേഘയെ നേരത്തെ അറിയാം. വീട്ടിലമ്മ കല്യാണം ആലോചിക്കുവാണല്ലോ. അപ്പം ഞാൻ ഇവളോട് ചോദിക്കുകയായിരുന്നു, ഞാൻ വീട്ടിൽ പ്രപ്പോസലുമായി വന്നോട്ടെ എന്ന്. ജിഷിൻ വിഹാനോട് കാര്യം സൂചിപ്പിച്ചു. കൊള്ളാം, അറിയാവുന്ന കുട്ടിയാണെങ്കിൽ നല്ലതാ. എന്നിട്ട് മേഘ എന്തു പറഞ്ഞു? വിഹാൻ മേഘയ്ക്ക് മുന്നിലുണ്ടായിരുന്ന കോഫി ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് അതും പറഞ്ഞ് ജിഷിന് നേരെ തിരിഞ്ഞു. ഒന്നും പറഞ്ഞില്ല. അപ്പോഴാണ് നീ വരുന്നത്. ഓ, അപ്പോൾ കറക്റ്റ് ടൈമിലാണ് എൻ്റെ എൻട്രി. എടാ ജിഷിൻ, ഇനിയിപ്പോൾ ഇവള് സമ്മതിച്ചാലും ഇവളെ കെട്ടാൻ ഇവളുടെ കെട്ടിയോൻ സമ്മതിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നിനക്ക് കെട്ടിയേ പറ്റൂ എന്നാണെങ്കിലേ നീ ആദ്യം അയാളുടെ അനുവാദം ചോദിക്കുന്നത് നല്ലതായിരിക്കും. വിഹാൻ്റെ വാക്കുകൾ കേട്ടതും ജിഷിൻ വിശ്വാസം വരാതെ മേഘയെ ഒന്ന് നോക്കി. മേഘ തൻ്റെ കല്യാണം കഴിഞ്ഞതാണോ? എന്നിട്ട് താൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ജിഷിൻ്റെ വാക്കുകളിൽ ചെറിയൊരു വേദന കലർന്നിരുന്നു. അതെന്താ മേഘ താൻ കല്യാണം കഴിഞ്ഞ കാര്യം പറയാഞ്ഞത്? വിഹാൻ മേഘയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഈ ചേട്ടൻ എനിക്ക് പറയാനുള്ള സാവകാശം തന്നില്ല. ഞാൻ പറയാനിരുന്നതാ. മേഘ വിഹാനെ നോക്കി പതിയെ പറഞ്ഞു. ഈ താലിയും സിന്ദൂരവും ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചാൽ ആരായാലും തെറ്റിദ്ധരിക്കില്ലേ? അവനൊരു അബദ്ധം പറ്റി, പോട്ടെ, ഇനി ശ്രദ്ധിച്ചാൽ മതി എന്നും പറഞ്ഞ് വിഹാൻ മേഘയുടെ ടോപ്പിനുള്ളിലായി മറച്ചു വെച്ചിരുന്ന താലി എടുത്ത് പുറത്തിട്ടു. കൂടെ നെറ്റിയിലെ മുടിയൊന്ന് മാടി ഒതുക്കി സിന്ദൂരം കാണുന്ന തരത്തിലാക്കി വെച്ചതും ജിഷിൻ വിഹാന്റെ പ്രവൃത്തിയിൽ കിളി പോയിരിക്കുവാണ്. അവൻ വിഹാനെയും മേഘയും മാറി മാറി നോക്കി. അത് കണ്ട വിഹാൻ അവന് നല്ലൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു. ഇതാണ് എൻ്റെ ശ്രീമതി, മിസ്സിസ് മേഘ വിഹാൻ. ഇനി കണ്ടില്ലെന്ന് പറഞ്ഞേക്കരുത്. എൻ്റെ ഭാര്യയെ തന്നെ നിനക്ക് കെട്ടണോടാ? വിഹാൻ, എടാ ഞാൻ അറിഞ്ഞില്ല, സോറി ഛേ എന്നും പറഞ്ഞ് ജിഷിൻ ചമ്മിയ മുഖത്തോടെ വിഹാനെ നോക്കി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ അന്നത്തെ ആ പ്രപ്പോസലിൻ്റെ കാര്യം ഇവളെന്നോട് പറഞ്ഞിരുന്നു. ജിഷിൻ, നീയേ കുറച്ച് വൈകിപ്പോയി. ഇല്ലെങ്കിൽ നിനക്ക് ചിലപ്പോൾ ഇവളെ കിട്ടിയേനെ. നമ്മുടെ അച്ഛൻ്റെ വൈഫ് ഇവളുടെ കൂട്ടുകാരിയാ. അന്നേ ഇവൾ നിന്നോട് പറഞ്ഞത് വെറും വാക്കല്ലായിരുന്നു. രണ്ടുപേരും ഒരു വീട്ടിലേക്ക് മാത്രമേ കല്യാണം കഴിച്ചു വരൂന്നുള്ള വാശിയിൽ ഇരുവരും ഉറച്ചു നിന്നു. അവസാനം അവരുടെ കല്യാണം നടക്കണേ ഈ മുതലിനെ ഞാൻ കെട്ടണമെന്നായി. ആ വകയിൽ എനിക്ക് ഇവളെ കിട്ടി. അപ്പോൾ ഇഷ്ടത്തോടായിരുന്നില്ലേ നിങ്ങളുടെ കല്യാണം? വിഹാൻ പറഞ്ഞതൊക്കെയും കേട്ട് ജിഷിൻ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ പ്രേമൊന്നുമില്ലായിരുന്നു. അച്ചുവിൻ്റെ സന്തോഷമാണല്ലോ എനിക്ക് വലുത്. അതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല, ഇവളങ്ങ് കൂടെ കൂട്ടി.
അവർ പ്രണയിച്ച് കെട്ടിയപ്പോൾ ഞങ്ങളെ കെട്ടുകഴിഞ്ഞ് പ്രണയിക്കുക. ഈ ലവ് ആഫ്റ്റർ മാരേജ് അല്ലേ മേഘ എന്നും പറഞ്ഞ് വിഹാൻ മേഘയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. വിഹാന്റെ പ്രവൃത്തിയും പറച്ചിലും കേട്ട് മേഘ കണ്ണും തള്ളി ഇരിപ്പാണ്. ഈ സാർ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് മേഘ ചിന്തിച്ചു പോയി. എടാ ഞാൻ ഇവളെ കൊണ്ടുപോയിക്കോട്ടെ എന്നും പറഞ്ഞ് വിഹാൻ മേഘയുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാൻ നേരം മേഘ ജിഷിനൊന്ന് തിരിഞ്ഞു നോക്കാനും മറന്നില്ല. ഇഞ്ചി കടിച്ചതുപോലെയുള്ള അവൻ്റെ ആ നിൽപ്പ് കണ്ട് മേഘയ്ക്ക് ചെറിയ വിഷമമൊക്കെയും തോന്നി. ഒപ്പം വിഹാന്റെ പെർഫോമൻസിൽ എവിടെയോ ഒരു പൊസസീവ്നെസ് അവൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അന്നേരം അവളുടെ ഉള്ളിൽ എവിടെയോ ഒരു കുഞ്ഞു സന്തോഷം പോലേക്കും തോന്നി. വിഹാനും മേഘയും ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കുകയാണ്. മേഘ ആണെങ്കിൽ കാര്യമായ എന്തോ ഒരു ആലോചനയിലാണ്. പാവം ആ ചേട്ടൻ നല്ല വിഷമായി കാണുമല്ലേ. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മേഘ ആരോടൊന്നില്ലാതെ പറഞ്ഞു, എന്തിന് തന്നെ കിട്ടാഞ്ഞിട്ടാണോ? അവൻ തലനാഴികകളിൽ രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത്. അത് കേട്ട മേഘ സാർ എന്നും വിളിച്ച് അവനെ കൂർപ്പിച്ച് നോക്കി. അപ്പോൾ സാറല്ലേ ഇപ്പം പെട്ടത്? ഞാൻ വൈകാതെ രക്ഷപ്പെടുമല്ലോ. വിഹാൻ അവളെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ ആ പറച്ചിൽ കേട്ടതും അവളുടെ ഇതുവരെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ മാഞ്ഞു പോയിരുന്നു. ശരിയാ, ഞാനത് ഓർത്തില്ല. അല്ലെങ്കിലും ജിഷിൻ ചേട്ടൻ പ്രപ്പോസലുമായി വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ സത്യങ്ങളൊക്കെയും തുറന്നു പറഞ്ഞ് 2 വർഷം കഴിഞ്ഞ് വന്നോളാൻ പറഞ്ഞാൽ മതിയായിരുന്നു. പാവം 2 തവണയല്ലേ ഞാൻ ആളെ ഇൻസൾട്ട് ചെയ്തത്. വേണ്ടിയിരുന്നില്ല. ഒന്നുമില്ലേലും എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച ആളല്ലേ. ഞാനായിരുന്നു അത്രേ അങ്ങയുടെ ആദ്യ പ്രണയം. ഞാനതറിഞ്ഞില്ലല്ലോ എൻ്റെ കണ്ണാ. സാറിനറിയോ, ആ ചേട്ടൻ എന്നോട് മനസ്സ് തുറക്കുകയായിരുന്നു. അന്നേരാണ് സാർ ഇടയിൽ കയറി വന്ന് എല്ലാം കോളാക്കിയത്. ഈ സാറിന് എന്തിൻ്റെ കേടായിരുന്നു? സാർ എന്നെ ഡിവോഴ്സ് ചെയ്താൽ എനിക്കും വേണ്ട ഒരു ജീവിതം. ജിഷിൻ ചേട്ടൻ ആകുമ്പോൾ എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുമായിരുന്നു. മേഘ വിഹാനെ ഇടം കണ്ടിട്ട് നോക്കി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഹലോ, ഇതെങ്ങോട്ടായി കയറി പോണത്? താൻ ആരെ കെട്ടുകയോ കെട്ടാതിരിക്കോ എന്ത് വേണേലും ചെയ്തോ, അതെന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. പക്ഷെ അവനെ കെട്ടാന്നുള്ള പോതി അത് വേണ്ട. അവനെൻ്റെ കസിൻ ബ്രദറാ. നമ്മുടെ അഗ്രിമെൻറ്റിനെ പറ്റി അവനറിഞ്ഞാൽ എൻ്റെ തറവാട് മുഴുവനും അറിയില്ലേ. കൂട്ടത്തിൽ അച്ഛനും അമ്മയും അച്ചുവും വർഷയും. വിഹാൻ അവളെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ ചേട്ടനോട് ആരോടും പറയണ്ട എന്ന് പറഞ്ഞാൽ പറയില്ലായിരുന്നു. പുള്ളിക്കാരന് എന്നെ അത്രയ്ക്കും ഇഷ്ടമാണത്രേ. എന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലില്ലെന്ന് മേഘ വിഹാനെ പിരി കയറ്റാനെന്ന പോലെ പറഞ്ഞു. അത് കേട്ട് വിഹാന് ചൊറിഞ്ഞു കയറി വന്നു. അവനോടെങ്ങാനും താൻ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ കാര്യം മിണ്ടിയ തനിക്ക് ലൈഫിൽ ഞാൻ ഡിവോഴ്സ് തരില്ല. അതും പറഞ്ഞ് വിഹാൻ പാതി വഴിയിൽ കഴിപ്പ് നിർത്തി എഴുന്നേറ്റ് പോയി. അതിനിടയിൽ ഒന്ന് നിന്ന ശേഷം അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇനി മുതൽ ഈ സാർ വിളി വേണ്ട കേട്ടല്ലോ. വല്ലോരും കേട്ടാൽ എന്ത് കരുതും? നമ്മൾ തമ്മിലുള്ള ബന്ധം അതിൽ ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കാൻ പാടില്ല. പിന്നെ താനെ ഈ താലിയും സിന്ദൂരവും ഒളിപ്പിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ വെച്ച് നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ഞാൻ താലി കെട്ടി തന്നത്. അല്ലാതെ നമ്മൾ ഒളിച്ചോടി കല്യാണം കഴിച്ചവരൊന്നുമല്ല. താനെൻ്റെ ഭാര്യയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ തീപ്പെട്ടിക്കൊള്ളിക്ക് വല്ല ചെറുക്കന്മാരെയും വായി നോക്കാൻ നേരം എൻ്റെ താലി ബുദ്ധിമുട്ടാണെങ്കിലേ കുറച്ച് നാൾ ഈ വായി നോട്ടങ്ങ് വേണ്ടെന്ന് വെച്ചേക്ക്. അതുകൊണ്ടേ ഇനി മുതലേ 2 വർഷക്കാലം ഈ താലിക്കും സിന്ദൂരത്തിനിടയിൽ ഒരു മറയും പാടില്ല. പിന്നെ ഇതൊക്കെ പറയുന്നത് തന്നോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല. നമ്മുടേതൊരു കോൺട്രാക്റ്റ് മാരേജ് ആണെന്ന് നമുക്കേ അറിയൂ. ബാക്കിയുള്ളവരുടെ മുന്നിൽ താൻ വിഹാൻ്റെ ഭാര്യയാണ്. അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കുക എന്നത് തൻ്റെ ഉത്തരവാദിത്തമാണ്. താൻ 2 വർഷക്കാലം ഇതൊക്കെ സഹിച്ചു അങ്ങ് ജീവിച്ചാൽ മതി കേട്ടല്ലോ എന്നും പറഞ്ഞ് ഒറ്റ പോക്കായിരുന്നു. അവരുടെ വാക്കും പ്രവൃത്തിയും അവളെ ഒരുപാട് വേദനിപ്പിച്ചു. ഇത്രയും നാൾ നല്ല ഫ്രണ്ട്ലി ആയി പെരുമാറിയ ആളാണ് നിമിഷ നേരം കൊണ്ട് ചെകുത്താനായത്. വഴക്കോ ദേഷ്യമോ ഒന്നും ഇപ്പോൾ പതിവില്ലായിരുന്നു. അതുമല്ല, തന്നെ അവൻ നല്ല പോലെ മനസ്സിലാക്കിയിരുന്നു എന്നൊരു തോന്നൽ അവളിലുണ്ടായിരുന്നു. അവനെ നല്ലൊരു ഫ്രണ്ടായി കരുതിക്കോളാൻ ഒരിക്കൽ അവന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് നേരത്തെ അറിയാതെ ഒരു തമാശക്ക് പറഞ്ഞതാ. അതിനവൻ ഇത്രയും മാത്രം ദേഷ്യപ്പെടാൻ എന്തിരിക്കുന്നു എന്നും കരുതി അവളും കഴിപ്പ് നിർത്തി പാത്രങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് കവറിലിട്ട് വെച്ചു. അവിടുന്ന് 2 ദിവസം വിഹാനും മേഘയും തമ്മിൽ മുഖം വീർപ്പിച്ച് നടന്നു. എങ്കിലും അത് കഴിഞ്ഞ് 2 പേരും സോറിയൊക്കെ പറഞ്ഞ് കൈയൊക്കെ മുട്ടിച്ച് പിണക്കം തീർത്തു. ഇതേ സമയം ജിഷിൻ ഈ ദിവസങ്ങളിലൊക്കെ മേഘയെ ഫേസ് ചെയ്യാനുള്ള മടി കാരണം അവളുടെ മുന്നിൽ പെടാതെ മുങ്ങി നടന്നുവെങ്കിലും 3-ാമത്തെ ദിവസം മേഘ അങ്ങോട്ട് ചെന്ന് ഒരു സോറിയൊക്കെ പറഞ്ഞു. കൈയൊക്കെ കൊടുത്തപ്പോൾ ജിഷിനും അവളോട് സോറി പറഞ്ഞു. 2 പേരും കുറച്ചു നേരം സംസാരിച്ച് പിന്നീട് നല്ല ഫ്രണ്ട്സായി. വിഹാനാണെങ്കിൽ അവളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, കുശുമ്പ് തന്നെ. ഇനിയിപ്പോൾ മേഘ പറഞ്ഞതുപോലെ 2 വർഷം കഴിഞ്ഞാൽ അവനെ കെട്ടുമോ എന്നൊരു പേടി വിഹാനിലുണ്ടായിരുന്നു.
അതിനാൽ രണ്ടുപേരും എവിടെയെങ്കിലും വെച്ച് സംസാരിക്കുന്നത് കണ്ട വിഹാൻ മേഘയോട് വല്ലാത്ത സ്നേഹവും കരുതലൊക്കെ കാണിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് പകരമായി അവൾക്ക് മുട്ടം പണി കൊടുക്കും. വിഹാന്റെ കുശുമ്പ് മേഘ പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ജിഷിനു മുന്നിൽ കാണിക്കുന്ന സ്നേഹമോ കരുതലോ ഒന്നും ബാക്കിയുള്ള സമയങ്ങളിൽ അവൻ കാണിക്കാറില്ല. ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞു. മേഘയും വിഹാനും വർഷയ്ക്ക് മുന്നിൽ റൊമാൻസ് തുടർന്നുകൊണ്ടേയിരുന്നു. നിരഞ്ജനും വർഷയും അടിയും ഉടക്കും പിണക്കും വഴക്കും ഒക്കെയായി അങ്ങനെ പോകുന്നു. എന്നാലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്ടമാണ്. ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു നീക്കുപോക്ക് ആവാത്തത് കൊണ്ട് നിരഞ്ജൻ ഒരു പ്രമേയം അങ്ങ് പാസ്സാക്കി. ഇനി അവളിങ്ങോട്ട് വന്ന് പറയാതെ തങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് നടക്കില്ലെന്ന്. അല്ലെങ്കിലും താനൊരു ഡോക്ടറല്ലേ, ഭാര്യ ആണേലും നാണം കെട്ട് പിറകെ നടക്കുന്നതിനുള്ള ഒരു പരിധി. കല്യാണത്തിന് മുന്നേ അത്രയും റൊമാൻറ്റിക് ആയിരുന്ന കെട്ടിയോൻ തന്നെ ഇപ്പോൾ മരുന്നിന് പോലും ഒരു ഉമ്മ ചോദിക്കാറോ തരാനോ ഇല്ല എന്നതേ അവളിൽ ചെറിയ പരിഭവമൊക്കെ ഉണ്ടാക്കി. ഇതേസമയം അപ്പുറത്തെ മുറിയിലെ റൊമാൻസ് കണ്ട് വർഷ ഡോക്ടറുടെ മുന്നിൽ ഒരല്പം റൊമാൻസുമായി ചെന്നാൽ അവൻ അവൾക്ക് പുല്ല് വില കൽപ്പിക്കാതെ ആട്ടി ഓടിക്കും. ഡോക്ടർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേട്ടോ. സമയം രാത്രി 10 മണി. 10 മണി ആയെന്ന് കണ്ട വർഷയ്ക്ക് അപ്പം ഉറങ്ങണം. അത് പണ്ട് മുതലേയുള്ള ശീലമാണ്. ഈ ശീലം ഉള്ളതുകൊണ്ട് കുട്ടിക്ക് നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്പം ഭാരിച്ച കാര്യമാണ്. കെട്ടിയൻ ഹോസ്പിറ്റലിൻ്റെ MD ആയതുകൊണ്ട് അവൾ അവൻ്റെ കൈയും കാലും പിടിച്ച് നൈറ്റ് ഡ്യൂട്ടിയിൽ നിന്നും തലയൂരിയിരുന്നു. അന്നും 10 മണി ആയതും അവൾ മൂടി പുതച്ചുറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അതേസമയം നിരഞ്ജൻ അവൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്നുണ്ട്. അവൾക്ക് ലൈറ്റ് ഓഫ് ചെയ്യാതെ ഉറങ്ങാനും പറ്റില്ല. അവനാണെങ്കിൽ ഇനി 12 മണി കഴിയാതെ ഉറങ്ങില്ലെന്ന് അവൾക്കറിയാം. എന്തേലും പറഞ്ഞ് അങ്ങേരുടെ ജോലി നിർത്തി കിടത്തിയിട്ട് തന്നെ ബാക്കി കാര്യം എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് വർഷ പുതപ്പ് മെല്ലെ പൊക്കി അവനെ ഒന്ന് നോക്കി. അതേസമയം തന്നെയാണ് അവൻ്റെ നോട്ടവും അവളിലേക്ക് ചെന്നെത്തിയത്. എന്താ? അവളുടെ നോട്ടം കണ്ടിട്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ല. എന്നാ ഉറങ്ങിക്കൂടെ? ഉറക്കം വരണ്ടേ? ഇതേ അടക്കാക്കുരുവി, മര്യാദക്ക് കിടന്നുറങ്ങാൻ നോക്ക്. ഡ്യൂട്ടി ടൈമിൽ ഉറക്കം തൂങ്ങിയാലേ ആ നിമിഷം നിന്റെ ചെവി പിടിച്ച് തൂക്കും ഞാൻ. അച്ചേട്ടൻ കിടക്കുന്നില്ലേ? അവൾ പുതപ്പ് മാറ്റി ബെഡിലിരുന്നുകൊണ്ട് ചോദിച്ചു. അല്ലേലും നിന്റെ അരികെ കിടന്നിട്ട് എന്ത് കിട്ടാനാ? നീ പോത്ത് പോലെ കിടന്നുറങ്ങും എന്നല്ലാതെ. അയ്യോ അങ്ങനെ പറയരുത്. കിടന്ന ഉറക്കം കിട്ടില്ലേ? അച്ചേട്ട കൃത്യസമയത്ത് ഉറങ്ങില്ലേലേ വല്ല അസുഖം വരൂട്ടോ. ഇങ്ങനെ രാത്രി ഉറക്കം കളിച്ച് ജോലി ചെയ്യാൻ പാടില്ലെന്ന്. വന്ന് കിടക്കച്ചേട്ടാ. ഒരു ഡോക്ടർക്ക് ഇതൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? വാ വന്ന് കിടക്കെന്ന്. എനിക്കേ ഇവിടെ 100 കൂട്ടം ജോലിയുള്ളതാ. നീയേ നിന്റെ പാട് നോക്കി പോയാമോ? നിരഞ്ജൻ കടുപ്പിച്ച് അതും പറഞ്ഞ് വീണ്ടും അവൻ്റെ ജോലിയിൽ മുഴുകി. ഇനി അവനെ നേർവഴിക്ക് വിളിച്ചിട്ട് കാര്യമില്ല. അല്പം വളഞ്ഞ വഴി പ്രയോഗിച്ച് നോക്കാമെന്ന് കരുതി അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാർഡ്രോബിൻ്റെ അരികിൽ ചെന്ന് എന്തോ ഒന്ന് കയ്യിൽ പിടിച്ച് വാഷ്റൂമിലേക്ക് ഓടി. അവളുടെ പ്രവൃത്തികൾ അവൻ ഇടം കണ്ണാലെ നോക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കിതെന്ത് പറ്റിയെന്ന് ചിന്തിച്ച് വീണ്ടും ജോലിയിൽ മുഴുകി. വാഷ്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഇടം കണ്ണാലെ ഒന്ന് നോക്കാനും മറന്നില്ല. മിനി ഫ്രോക്കും ധരിച്ചിറങ്ങി വരുന്ന പെണ്ണിനെ കണ്ടതും അവൻ്റെ കിളി പോയെങ്കിലും അവളെ ശ്രദ്ധിക്കാതെ ലാപ്ടോപ്പിലേക്ക് മിഴികൾ നട്ടു. അവളുടെ ഉള്ളിൽ എന്താണെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പെണ്ണ് ഫസ്റ്റ് നൈറ്റ് മൂഡിലെങ്ങാനാണോ? ഇതെന്നെ പ്രലോഭിപ്പിച്ച് ബെഡിലെത്തിക്കാനുള്ള അടവാ. എന്നിട്ട് അടക്കാക്കുരുവിക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണം. ഇങ്ങനൊരു ഉറക്കപ്രാന്തി. അല്ലാതെ അവളുടെ മനസ്സ് ഇപ്പോഴൊന്നും മാറാനൊന്നും പോണില്ല. നിനക്ക് കാണിച്ചു തരാടി കുരുവി. അങ്ങനെ നീ ഇന്ന് സുഖമായി ഉറങ്ങുന്നതേ എനിക്കൊന്ന് കാണണമല്ലോ എന്നും മനസ്സിൽ പറഞ്ഞു അവളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവൻ ലാപ്ടോപ്പിലേക്ക് കണ്ണും പൂഴ്ത്തിയിരുന്നു. അബദ്ധവശാൽ പോലും അവൻ തന്നെ നോക്കുന്നില്ല എന്നറിഞ്ഞ വർഷ അവൻ്റെ ശ്രദ്ധ തന്നിലേക്ക് എത്തിക്കാൻ അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ ചെയ്തുവെങ്കിലും ഒരു ഗുണവും ഉണ്ടായില്ല. ഷെടാ, ഇത്രയും ഹോട്ട് ലുക്കിൽ എന്നെ കണ്ടിട്ട് സിംഹം ഒന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ. സിംഹത്തിൻ്റെ മനക്കെട്ടി അപാരം തന്നെ. ഇനിയിപ്പോൾ എന്നെ കണ്ട അങ്ങനെയൊന്നും തോന്നില്ലേ എന്നും മനസ്സിൽ കരുതി കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് സ്വയം ഒന്ന് വിലയിരുത്തി. ആര് പറഞ്ഞു തോന്നില്ലെന്ന്? എനിക്ക് ആവശ്യത്തിന് എല്ലാം ഉണ്ടല്ലോ. എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ നാണം വരുക. എന്നിട്ട് സിംഹത്തിനെന്താ ഒരു കുലുക്കവും ഇല്ലാത്തത്? ഇതെന്നെ അപമാനിക്കുന്നതിന് തുല്യ. വിടില്ല ഞാൻ. കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചിന്തിക്കുന്ന വർഷയെ കണ്ട് നിരഞ്ജന് ചിരി വരുന്നുണ്ടായിരുന്നു. ഇപ്പം ചിരിച്ചാൽ ശരിയാവില്ല, നോക്കാം ഏതുവരെ പോവെന്ന് എന്നും കരുതി വീണ്ടും ഗൗരവം നടിച്ചു ലാപ്പിലേക്ക് മിഴികൾ നട്ടു. ഇനി എന്ത് കാണിച്ചിട്ടും അവൻ നോക്കില്ല എന്ന് കരുതി അവൾ കടുപ്പിച്ച് അവനെ വിളിച്ചു. ഡോക്ടറെ, എനിക്ക് ഉറങ്ങണം. അതിനെന്താ, ഉറങ്ങിക്കോ, അവൻ അവളെ ശ്രദ്ധിക്കാതെ പറഞ്ഞു. എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്യാതെ ഉറങ്ങാൻ പറ്റില്ല. അത് പറ്റില്ല, എനിക്ക് കുറച്ചുകൂടി വർക്കുള്ളതാ. അത് പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം. ഡോക്ടർ അപ്പുറത്ത് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യൂ എന്നും പറഞ്ഞവൾ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. ആഹാ, അത്രയ്ക്കായോ എന്നും പറഞ്ഞ് അവൻ ലൈറ്റ് ഓൺ ചെയ്തു. അത് കണ്ടതും അവൾ കിടന്നിടത്തു നിന്നും തന്നെ വീണ്ടും ലൈറ്റ് ഓഫ് ചെയ്തു.
അത് കണ്ട് അവൻ മറ്റേ സൈഡിലെ സ്വിച്ച് ഞെക്കി ലൈറ്റ് ഓൺ ചെയ്തതും വർഷ ദേഷ്യ അവനെ ഒന്ന് നോക്കി കിടന്നിടത്ത് നിന്നും എഴുന്നേറ്റ് മുറിയിലെ ജനാലയിൽ കയറി നിന്നും അതിന് തൊട്ടു മുകളിലുള്ള ബൾബിനെ തുണി ഉപയോഗിച്ച് അഴിച്ചെടുക്കാൻ നോക്കിയാണ്. അവിടെ അത് മാത്രമായിരുന്നു അത്രയും പവറുള്ള ബൾബുണ്ടായിരുന്നത്. ബാക്കിയൊക്കെയും ഡിം ലൈറ്റും POP ലൈറ്റ്സും ഒക്കെ ആയിരുന്നു. ഡി അടക്കാക്കുരുവി, നീ ഷോക്ക് അടിച്ച് ചാവാനിറങ്ങിയതാ? സ്വിച്ച് ഓഫ് ചെയ്യാതെയാണോ ബൾബ് എടുക്കുന്നത്? എങ്കിൽ ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തേ, അവൾ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു. ഡി കുരുവി, താഴെ ഇറങ്ങി വാടി. ഇല്ല, ബൾബ് എടുത്തിട്ടേ വരുന്നുള്ളൂ എന്നും പറഞ്ഞ് വീണ്ടും ബൾബിലേക്ക് കൈ നീട്ടി. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നും പറഞ്ഞ് അവളുടെ അരികിൽ ചെന്ന് നിന്നു. അമ്മു, താഴെ ഇറങ്ങ്. ഇല്ല. ഇറങ്ങാൻ. ഇല്ലെന്ന്. മുന്നോട്ട് വെച്ച കാലേ പിന്നോട്ട് വെക്കുന്നവളല്ല ഈ വർഷ രാജശേഖർ. അതും പറഞ്ഞ് അവനെ നോക്കി മുഖം കോട്ടി വീണ്ടും ബൾബ് എടുക്കാൻ നോക്കി. വർഷ രാജശേഖർ, പിന്നെ ഞാനാരടി കുരുപ്പേ? ആ എന്നും പറഞ്ഞ് അവൾ കൈ മലർത്തി കാണിച്ചു. അങ്ങനെ വന്ന വഴി അത്ര പെട്ടെന്ന് മറക്കുന്നവളല്ല ഈ വർഷ. ഇയാളുടെ പേര് എൻ്റെ പേരിന് പിന്നിൽ ചേർക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അല്ലേലും വർഷ നിരഞ്ജനേക്കാളും ഗുമ്മ് വർഷ രാജശേഖർ എന്ന് തന്നെയാ. നിന്ന് കഥാപ്രസംഗം പറയാതെ താടെ ഇറങ്ങടി കുരുപ്പേ. ഇല്ല, എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി ചിലത് പറയാനുണ്ട്. നിങ്ങൾ ആരെന്നാ നിങ്ങളുടെ വിചാരം? ശരിയാക്കി തരാം എന്നും പറഞ്ഞ് നിരഞ്ജൻ അവിടെ ഉണ്ടായിരുന്ന പോർട്ടബിൾ റീചാർജബിൾ ഫാനും കയ്യിൽ പിടിച്ചു. അവളുടെ അരികിൽ ചെന്ന് നിന്ന് ഫാൻ ഓൺ ചെയ്ത് അവളുടെ മുട്ടിന് മേലെ വരുന്ന ഡ്രസ്സിലേക്ക് കാട്ടിക്കൊടുത്തു. വാശിപ്പുറത്ത് ബൾബൂരാൻ ജനാലയുടെ ഏറ്റവും മുകളിലെ കമ്പിയിൽ ഏന്തി വലിഞ്ഞ് കയറുമ്പോൾ ഡ്രസ്സിന്റെ കാര്യം അവൾ മറന്നുപോയിരുന്നു. ഫാനിന്റെ കാറ്റുകൊണ്ട് അവളുടെ ഡ്രസ്സ് പാറി പറക്കാൻ തുടങ്ങി. ഒരു കൈ ജനാലയുടെ കമ്പിയിൽ പിടിച്ചിട്ടുണ്ട്, മറു കൈയാലെ ഡ്രസ്സ് ഒതുക്കി വെക്കാൻ നോക്കിയെങ്കിലും നിരഞ്ജൻ വിടാൻ തയ്യാറല്ല. കാറ്റിന്റെ ശക്തി കൊണ്ട് അവളുടെ ഉടുപ്പ് ഡിസ്കോ ഡാൻസ് കളിക്കുവാണ്. ആ നിമിഷം അവന്റെ ഒരു കൈ അവളുടെ നഗ്നമായ തുടയിൽ പതിഞ്ഞതും ജനാലയിൽ പിടിച്ച അവളുടെ പിടി അയഞ്ഞു പോയിരുന്നു. ബാലൻസ് പറ്റി അവൾ താഴേക്ക് നടുവും തള്ളി വീണതും നിരഞ്ജൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി.